ഹായ്. ഞാൻ ശരിക്കും വ്ളോഗൊന്നും ചെയ്തിട്ടില്ല. ഡാൻസിൻ്റെ കുറച്ച് ഷോർട്സ് ചെയ്തിട്ടുണ്ടെന്നല്ലാതെ ശരിക്കും വ്ളോഗ് ചെയ്യാനായിട്ടുള്ളൊരു ഐഡിയയും എനിക്കറിയില്ല. ഇതൊരു ചെറിയ ശ്രമമാണ്. ട്രിവാൻഡ്രത്തുനിന്ന് ഗുരുവായൂർ വരെ ഞങ്ങളൊരു പ്രോഗ്രാം ചെയ്യാൻ പോയതിൻ്റെ ഒരു ചെറിയ ട്രാവൽ വ്ളോഗാണ്. എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയണം. താങ്ക് യു. ട്രിവാൻഡ്രം ഗുരുവായൂർ ഇൻ്റർസിറ്റിയിലായിരുന്നു ഞങ്ങളുടെ യാത്ര. ട്രിവാൻഡ്രത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ സമയമുണ്ടായിരുന്നു. ഒരിക്കലും ഞങ്ങളുടെ കൂടെ ഒരു യാത്രയ്ക്കും വരാത്ത ആദ്യം ഈ പ്രശ്നം ഉണ്ടായിരുന്നു. അവൻ പക്ഷേ ആദ്യമേ വിൻഡോ സീറ്റ് ഹോൾഡ് ചെയ്ത് അവിടെ ഇരിപ്പായി. ഗുരുവായൂർ എത്തിയെന്ന് അറിയുമ്പോൾ തന്നെ മനസ്സിനൊരു സന്തോഷം. ഞാൻ മുൻപ് ഗുരുവായൂർ അധികം പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. രാവിലെ തന്നെ നിർമ്മാല്യം തൊഴാൻ വേണ്ടി അല്പം പോലും ഉറങ്ങാണ്ട് പെട്ടെന്ന് തന്നെ കുളിച്ച് റെഡിയായി അമ്പലത്തിലേക്ക് പോകാനാണ് നോക്കിയത്. ഇറങ്ങുന്ന വഴിക്കാണ് പൂ കൊണ്ടുവരുന്ന ആളിനെ കണ്ടത്. വെളുപ്പിന് 3 മണിക്കാണ്. എന്നാലും പൂവും കൂടി വാങ്ങിച്ച് ഫോൺ കണ്ടപ്പോഴേ പുള്ളി ചോദിച്ചു, ചേച്ചി റീലെടുക്കുവാനാണോ എന്ന്. പൂവൊക്കെ എന്തായാലും വാങ്ങി സന്തോഷത്തോടു കൂടി എല്ലാവരും റെഡിയായി. 3 മണിക്ക് അമ്പലത്തിൽ പോകണമെന്ന് വിചാരിച്ചു. പക്ഷെ എല്ലാവരും ഇറങ്ങിയപ്പോഴത്തേക്ക് 3:30 ആകാറായി. അമ്പലത്തിൻ്റെ അടുത്തെത്തുമ്പോൾ തന്നെ പി ലീലയുടെ പവർഫുൾ വോയിസിൽ ജ്ഞാനപ്പാന കേൾക്കുന്നുണ്ട്. ഇത് ശബ്ദമായി അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിന് എന്തൊരു സ്ട്രെങ്ത് കിട്ടുന്ന പോലെ, ഒരു സന്തോഷം കിട്ടുന്ന പോലെയല്ല. കർക്കിടക വാവായിരുന്നു. അതുകൊണ്ട് അമ്പലത്തിലോട്ടും തിരക്കില്ലായിരുന്നു. ഭഗവാനെ നന്നായിട്ട് തൊഴുതു. വാഗച്ചാർത്ത ഞങ്ങൾ കണ്ടത്. ഫോട്ടോസ് എല്ലാം എടുത്തു. നേരെ മേക്കപ്പ് മാൻ്റെ മുൻപിലോട്ട്. അവിടെ നിന്ന് ചെറുതായിട്ട് ഉറങ്ങി. യാത്രാക്ഷീണവും ഉറക്കക്കുറവും എല്ലാം അവിടെ നിന്ന് തൽക്കാലം കുറച്ച് ബാലൻസ് ചെയ്തിട്ട് കണ്ണ് തുറന്നപ്പോഴാണ് നല്ല പെയിൻറ്റിങ്സിൻ്റെ അടുത്താണ് ഞാൻ ഇരിക്കുന്നതെന്ന് മനസ്സിലായത്. മ്യൂറൽ പെയിൻറ്റിങ്ങും രാജാ രവിവർമ്മയുടെ പോർട്രേറ്റ് എല്ലാം ഉണ്ട്. അതിനടുത്ത് നിന്ന് ഫോട്ടോ എല്ലാം ധാരാളം എന്തായാലും എടുത്തിട്ടുണ്ട്. എൻ്റെ ടീം മെമ്പേഴ്സിനെ കണ്ട് അവരുടെ കൂടെ സെൽഫിയും എടുത്തു. നേരെ അമ്പലത്തിലേക്ക് വീണ്ടും. രാവിലത്തെ അപേക്ഷിച്ച് വൈകുന്നേരം കുറച്ചുകൂടി തിരക്കുണ്ടായിരുന്നു അമ്പലത്തിൽ. എന്തായാലും പ്രോഗ്രാമിന് മുമ്പ് വീണ്ടും ഭഗവാനെ ഒന്നുകൂടി കണ്ട് തൊഴുതു നേരെ അരങ്ങിലേക്ക് കയറി. പിന്നെ അരങ്ങിൽ മറ്റാരുമില്ല, ഞങ്ങളും ഭഗവാനും മാത്രം. സന്തോഷമായിട്ട് തന്നെയാണ് ചെയ്ത് മനസ്സ് നിറഞ്ഞ് തിരിച്ച് വീണ്ടും ഗുരുവായൂരിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്ക്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ.